മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരിക്കലും പുതുതായിട്ട് വിശേഷണങ്ങളോടുകൂടി ഒന്നും പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത അത്രയ്ക്ക് ചിരപരിചിതമായ ഒരു മണ്ഡലമാണ് പുതുപ്പള്ളി. കാരണം ഉമ്മൻചാണ്ടി എന്ന ഒരു മഹാരഥൻ അത് 5 പതിറ്റാണ്ടിലേറെ, അത് രാഷ്ട്രീയ ചരിത്രങ്ങളിൽ തന്നെ, അത് കേരളത്തിന്റെ മാത്രമല്ല രാഷ്ട്രീയ ചരിത്രങ്ങളിൽ തന്നെ വളരെ അപൂർവതയായിട്ടുള്ള ഒരു കാര്യമാണ്. അത് 5 പതിറ്റാണ്ടിലേറെ ഒരു മനുഷ്യൻ, ഉമ്മൻചാണ്ടി എന്ന മനുഷ്യൻ, അത് രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും അത്രയും സ്നേഹനിധിയായിരുന്ന ഒരാൾ, അദ്ദേഹത്തിന്റെ ഓർമ്മകളിൽ നിൽക്കുന്ന പുതുപ്പള്ളി, അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. മഴ നിന്നിട്ടും മരം പെയ്യുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹം പുതുപ്പള്ളിക്കാരൊക്കെ ഇപ്പോഴും അതങ്ങനെ ചേർത്ത് വെക്കുന്നുണ്ട്. ഇവിടെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ആ രീതിയിൽ ഒരുമിച്ച് കോൺഗ്രസിന്റെ ചരിത്രം തന്നെയാണ് പറയാനുള്ളത്. അത് കോൺഗ്രസ് UDF എന്നതല്ല, ഉമ്മൻചാണ്ടി എന്ന വ്യക്തി തന്നെയായിരുന്നു ഏറ്റവും പ്രധാനം. 2023 ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അക്കാര്യത്തിൽ യാതൊരു ഭേദവുമില്ലാതെ, വേർതിരിവുകളില്ലാതെ അതിലേറെ ഭൂരിപക്ഷത്തിൽ, 37,000-ലേറെ ഭൂരിപക്ഷത്തിൽ ഉമ്മൻചാണ്ടിയുടെ മകനെ, ചാണ്ടി ഉമ്മനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു പുതുപ്പള്ളിക്കാർ. അപ്പൊ ഇത്തവണ അത് ആവർത്തിക്കുമോ, അതോ ഈ 2-2.5 വർഷത്തെ ചാണ്ടി ഉമ്മന്റെ പ്രവർത്തനങ്ങളെ പുതുപ്പള്ളിക്കാർ എങ്ങനെയാണ് വിലയിരുത്തുക? ഹൃദയത്തിന്റെ ഭാഷയിൽ സംസാരിക്കുന്ന ചാണ്ടി ഉമ്മയാണോ, അതോ LDFന്റെ സ്ഥാനാർത്ഥിയാണെങ്കിലും വളരെയധികം ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന KMR എന്ന് അവർ വിശേഷിപ്പിക്കുന്ന KM രാധാകൃഷ്ണനാണ് ഇവിടെ ഇത്തവണത്തെ LDF സ്ഥാനാർത്ഥി. കർഷക സമരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. അതോടൊപ്പം തന്നെ രവീന്ദ്രനാഥ് വാകത്താനമാണ് NDA സ്ഥാനാർത്ഥി. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു മണ്ഡലത്തിന്റെ ഒരു ചെറിയ ചിത്രം. ഈ മണ്ഡലം, പുതുപ്പള്ളി മണ്ഡലം ആർക്കൊപ്പം നിൽക്കും എന്ന് നമുക്ക് നോക്കണം. ടോബി നമുക്കൊപ്പം ഉണ്ട് ഇവിടുത്തെ ഈ മണ്ഡലത്തിന്റെ ചെറിയ ചിത്രമൊക്കെ പറയാൻ. പക്ഷെ എനിക്ക് തോന്നുന്നു ടോബി സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ ഈസ്റ്റർ ആണ്, എന്നിട്ട് പോലും ഇവിടെ കുറച്ച് പേരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഈസ്റ്ററിന്റെ ഒരു ആലസ്യം ഒന്നും അവരെ ബാധിച്ചിട്ടില്ല. കാരണം ഇലക്ഷൻ തെരഞ്ഞെടുപ്പിന്റെ ചൂട് അത്രയ്ക്കുണ്ട്. അവരോടൊന്ന് ചോദിച്ചിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പറയാം. ചേട്ടന്റെ പേരെന്താ? മധു. ചേട്ടന് ഇവിടെ പുതുപ്പള്ളിക്കാരൻ തന്നെയാണോ? ഇവിടെ അടുത്ത് തന്നെയാണോ വീട്? ഈസ്റ്റർ ഒക്കെ ആഘോഷിക്കുന്നുണ്ടോ എല്ലാവരും? എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ? ആര് ജയിക്കുന്നു ചോദിച്ചാലോ പറയാൻ പറ്റില്ല ചേട്ടന്. എന്നാലും പൊതുവെ മണ്ഡലത്തിൽ എങ്ങനെയാണ് ഉമ്മൻചാണ്ടി സാറിന്റെ മകനോട്, ഉമ്മൻചാണ്ടി സാറിനോടുള്ള സ്നേഹം തന്നെ ഉണ്ടോ ഇപ്പോഴും? LDFന്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയുണ്ട് ചേട്ടാ? കുഴപ്പമില്ല. NDAക്ക് സ്ഥാനാർത്ഥി അത്യാവശ്യം നല്ലോണമൊക്കെ പ്രചരണം നടത്തും. നമ്മളിവിടെ നിൽക്കുമ്പോ കേട്ടു അല്ലെ, അദ്ദേഹത്തെ കുറിച്ച് അവർ പറയുന്നത് കേട്ടു. എഴുത്തുകാരനാണ്, സൗമ്യശീലനാണെന്നൊക്കെ പറയുന്നു. 3 പേരെ നോക്കാറുണ്ട്. ചേട്ടന്റെ അഭിപ്രായം എന്താ? ഭരണമാറ്റം ഉണ്ടാവോ? ഉണ്ടാവണം എന്നാണോ പറയുന്നത്? അതിന്റെ കാരണം എന്താ ചേട്ടാ? യാതൊരു വികസനവും ഇല്ല. അപ്പൊ വികസനം വരണം, മാറ്റം ഉണ്ടാവണം. തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവണം. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പുതുപ്പള്ളിയിൽ ഈ 53 വർഷം ഒരു കണക്ക് പറയുന്നുണ്ട്. ഈ 53 വർഷം നിങ്ങൾ തന്നെ നോക്കിയറിയാം പുതുപ്പള്ളിയുടെ വികസനം. പുതുപ്പള്ളി അപ്പുറം ഒരു സ്റ്റാൻഡുണ്ട്, നിങ്ങൾക്ക് നോക്കിയറിയാം. ഒരു വഴിയുടെ വികസനം തന്നെ ഇവിടെ ഒന്നും നടന്നിട്ടില്ല. വെറുതെ പൊയ്മുഖങ്ങൾ പറയുന്നേ ഉള്ളൂ. 53 വർഷമായിട്ട് പുതുപ്പള്ളി ഭയങ്കര പുരോഗതിയിലാണ്. ഇപ്പം ചാണ്ടിയുമ്മനെ സംബന്ധിച്ച് ഞാൻ ഒരു വ്യക്തിപരമായിട്ട് കുറ്റം പറയുന്നില്ല. ചാണ്ടിയുമ്മനെ സംബന്ധിച്ച് ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നുള്ളൊരു പേര് മാത്രമേ ഉള്ളൂ. അല്ലാതെ പുള്ളി 2.5 വർഷം ചെയ്തുകൊണ്ട് ഒന്നും കാണാനില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്, വ്യക്തിപരമായിട്ട് പറയുന്നത്. ഞാൻ പുതുപ്പള്ളിക്കാരനാണ്, അവിടെ ജനിച്ചു വളർന്ന ആളാണ്. ശരിക്കും ഇവിടെ ഒരു വികസനം നടന്നില്ല. റോഡ് വികസനം ഒന്നും നടന്നിട്ടില്ല. ഒരു സംഭവം പുതുപ്പള്ളി ഇല്ല. വെറുതെ പൊയ്മുഖങ്ങൾ വികസനം വേണം, മാറ്റം ഉറപ്പായിട്ടും വേണം. ഞങ്ങൾ തീർച്ചയായിട്ടും മാറ്റം പ്രതീക്ഷിക്കും. ചക്കര, നിനക്ക് വോട്ടില്ലെന്നറിയാം. പേരെന്താ? കല്യാണി. നല്ല പേര്, അടിപൊളി. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? കല്യാണിക്ക് രാഷ്ട്രീയൊക്കെ ഇഷ്ടമാണോ? കല്യാണി ഉമ്മൻചാണ്ടി സാറിനെ അറിയായിരുന്നോ? ഇഷ്ടമായിരുന്നോ? ഇപ്പൊ എങ്ങനെയുണ്ട് ഇവിടത്തേക്ക് രാഷ്ട്രീയൊക്കെ നോക്കുന്നുണ്ട്? വാർത്തയൊക്കെ കേൾക്കാറുണ്ടോ? 24 കാണാറുണ്ടോ? വെക്കേഷൻ ആണ് അല്ലേ? അടിച്ചു പൊളിക്ക്. വെക്കേഷനൊക്കെ നല്ല അടിച്ചു പൊളിക്ക്. ഇവിടെ കുറെ ചേട്ടന്മാര് നിൽക്കുന്നുണ്ട് കേട്ടോ. ചേട്ടാ, പുതുപ്പള്ളിയുടെ ഈ ഒരു ചൂട് കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട്? പുതുപ്പള്ളിക്ക് ഇപ്പം നല്ല ചൂടാണ്. രാഷ്ട്രീയം വന്നപ്പോൾ ഒന്നുകൂടെ ചൂടായി. പിന്നെ പൊതുവെ രാഷ്ട്രീയത്തെ കുറിച്ച് പറഞ്ഞാൽ പുതുപ്പള്ളി ശരിക്കും പറഞ്ഞാൽ വികസനങ്ങളൊന്നുമില്ല. നിങ്ങൾ കാണാം, ഈ വല്ലപ്പഴം കത്തുന്ന ഹൈമാസം ഇടിഞ്ഞു പൊളിഞ്ഞ കുറെ വീട് മാത്രമാണ് പുതുപ്പള്ളി എന്ന് പറയുന്നത്. പുതുപ്പള്ളി മണ്ഡലം ഒരാൾ തന്നെ 5 പതിറ്റാണ്ടിൽ കൂടുതൽ ഭരിച്ച മണ്ഡലം. അദ്ദേഹം മുഖ്യമന്ത്രിയും മന്ത്രിയും ഒക്കെ ആയിട്ട് ഇരുന്നാണ്. എന്തൊക്കെ വേണമെങ്കിൽ ചെയ്യായിരുന്നു, സ്വാധീനം ഉപയോഗിച്ച് അങ്ങയുടെ നിലവിൽ. പക്ഷെ അതൊന്നും ഇവിടെ നടന്നിട്ടില്ല. ഒരു ഓൺ ഫണ്ട് പോലും, അതായത് ഇപ്പോഴും പഞ്ചായത്ത് കടത്തിൽ ഓടുന്നതിന്റെ പ്രധാന കാരണം ഈ പഞ്ചായത്തിന്റെ ഓൺ ഫണ്ട് ഇല്ല. കാരണം ഇവിടെ വേറെ ഒരു ഇതും പുതിയ സ്ഥാപനങ്ങളോ ഒന്നും ഇല്ലാതെ പുതുപ്പള്ളി മാറ്റം തീർച്ചയായിട്ടും വേണം. സംസ്ഥാനം മാറണം. ആര് വരണം?
എന്റെയൊക്കെ അഭിപ്രായം ഇന്ത്യ തന്നെ വരണം എന്നുള്ള കാരണം ഒരു നല്ല കേന്ദ്രത്തിന്റെ ഒരു വികസനം ഇവിടെ എത്തണമെങ്കിൽ അത് അതിന് ആവശ്യമാണ്. ഇന്ത്യയുടെ ഒരു ഇന്ത്യ വരണം എന്നാണ് ഈ ചേട്ടൻ പറയുന്നത്. ഇവിടെ കുറെ ചേട്ടന്മാരുണ്ട്, നോക്കാം. ചേട്ടാ, ഇന്ത്യ വരണം എന്ന് പറയണേ. അത് മാത്രമല്ല, ഇവിടെ മണ്ഡലത്തിൽ വികസനമില്ല, അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ മാറണമെന്ന് പറയുന്നവരുണ്ട്. സംസ്ഥാന സർക്കാർ മാറുന്ന കാര്യമില്ലല്ലോ, മാറണം. അതായത് UDFന്റെ സർക്കാർ വരണ്ടേ. അതുപോലെ തന്നെ 2.5 കൊല്ലമായിരുന്ന ചാണ്ടിയുമൻ നല്ല വികസന പരിപാടികളാണ് ചെയ്തേക്കുന്നത്. ഈ 2.5 കൊല്ലമായിരുന്ന ഒരു MLAക്ക് 48 വീട് വെച്ച് കൊടുക്കാമെങ്കിൽ, അതിൽ നല്ലൊരു ഭവനങ്ങൾ രഹിതമായിട്ടുള്ളവർക്ക് കൊടുക്കാമെങ്കിൽ അതല്ലേ നല്ലത്. ചാണ്ടിയുമ്മന്റെ ഈ പ്രവർത്തനങ്ങളെ സാധാരണ രാഷ്ട്രീയക്കാരിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. അതിനെ നിങ്ങൾ മണ്ഡലത്തിലുള്ളവരെ എങ്ങനെയാണ്? ഞങ്ങൾ നല്ല രീതിയിൽ കാണും. ഈ ഫ്ലെക്സ് വേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പറയാൻ. അതെ, അതായത് നല്ല കാര്യമാണ്. അതായത് ഞങ്ങൾ പല വീടുകളിൽ ചെന്ന് കയറുമ്പോൾ ഞങ്ങളുടെ മുതിർന്ന ആൾക്കാർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴത്തെ MLAയുടെ തീരുമാനം നല്ലൊരു തീരുമാനമാണ്. അതായത് ഫ്ലെക്സ് വേണ്ട, ബാനർ വേണ്ട, ഇതൊന്നും വേണ്ടെന്ന്, ബോർഡുകളൊന്നും വേണ്ടെന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു നല്ല തീരുമാനമാണെന്നാണ് അവരുടെ അഭിപ്രായം. അപ്പൊ അത് നല്ല രീതിയിലാണ് പോകുന്നത്. എന്റെ പേര് ബെന്നി. ഈസ്റ്ററൊക്കെ ആഘോഷിച്ചാ? ഇന്നലെ പള്ളിയിൽ എങ്ങനെയാ? വെളുപ്പിനാണോ? വെളുപ്പിനെയാണ്. ഇന്നിപ്പോ എന്താ? ഇന്നെന്താ സ്പെഷ്യലൊക്കെ? ഇന്ന് സ്പെഷ്യലൊക്കെ എന്താ? സാധാരണ നമ്മുടെ ഇറച്ചി മീന്. അപ്പൊ ഞങ്ങളിന്ന് എവിടേക്കെവിടേക്കെങ്കിലും വന്നാ ഉറപ്പാ. ഇവിടുത്തെ രാഷ്ട്രീയം ഏതായാലും എനിക്കിപ്പോ 53 വയസ്സായി. ഈ 53 വയസ്സിൽ ഇത്രയും നാളായിട്ട് ഇവിടുത്തെ പൾസ് ഒരേ ഒരു കേന്ദ്രം മാത്രമേ ഉള്ളൂ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതായത് 53 വയസ്സെന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടി സാർ ഇവിടെ ഉണ്ടായിരുന്ന അത് തന്നെയാണ് ഇപ്പം വരുന്ന പുതിയ തലമുറയും ആ ഒരു രീതി തന്നെയാണ് പോകുന്നത്. UDF തന്നെ മതി, മണ്ഡലം ചാണ്ടിയുമ്മൻ പിടിക്കുന്നതാണ്. അതെ, പിടിച്ചിരിക്കും തുടരും. നമ്മൾ വരാം, നിങ്ങളിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വരും. അപ്പൊ ഇത് കണ്ടോ, ഈസ്റ്ററാണ്. ഈസ്റ്ററിന്റെ ആലസ്യം ഒന്നുമില്ലാതെ കുറെ പേര് രാഷ്ട്രീയത്തിന്റെ ചൂട് പിടിച്ച ചർച്ചകളിലാണ്. അപ്പൊ അവര് പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. ഉമ്മൻചാണ്ടി സാറിനോടുള്ള സ്നേഹമൊക്കെ ഉണ്ടെങ്കിലും മണ്ഡലത്തിന്റെ വികസനങ്ങളെ കുറിച്ച്, റോഡ് വികസനത്തിനെ കുറിച്ചൊക്കെ കുറച്ചുകൂടി നന്നായി നടക്കണമെന്ന് പറയുന്നവരുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.